ഡൽഹിയിലെ ആ നയതന്ത്രവേദിയിൽ ഇത്തവണ മുഴങ്ങിയത് സൗഹൃദ സംഭാഷണങ്ങളല്ല, മറിച്ച് യുദ്ധക്കളത്തിലെ രോഷമായിരുന്നു. ലോകശക്തികൾ ഉറ്റുനോക്കിയ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ ആ നയതന്ത്ര പോരാളിയെത്തിയത് വെറുമൊരു പ്രസംഗവുമായല്ല, സാമ്രാജ്യത്വഗർവുകൾക്കു മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു രാഷ്ട്രത്തിന്റെ അതിജീവന പ്രഖ്യാപനവുമായി. സയ്യിദ് അബ്ബാസ് അരാക്ചി ഡൽഹിയിൽ കുറിച്ച ആ വാക്കുകൾ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? ഡൽഹിയിലെ വേദിയിൽ സംസാരിക്കുമ്പോൾ അരാക്ചിയുടെ ശബ്ദത്തിൽ വെറും രാഷ്ട്രീയ കോപമല്ല, വ്യക്തമായ വികാരവുമുണ്ടായിരുന്നു. യുദ്ധത്തിൽ മരിച്ച മെഡിക്കൽ പ്രവർത്തകരെയും അധ്യാപകരെയും സൈനികരെയും, പ്രത്യേകിച്ച് മിനാബിലെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെയും അദ്ദേഹം ഓർത്തുപറഞ്ഞു. ഇറാൻ വഴങ്ങിയോ, സാമ്രാജ്യത്വ ശക്തികൾക്കു മുന്നിൽ തലകുനിച്ചോ എന്ന ചോദ്യം അദ്ദേഹം തന്നെ ഉയർത്തി. പിന്നാലെ അതിനദ്ദേഹം തന്നെ മറുപടി നൽകി, ഒരിക്കലുമില്ല, ഇനിയൊരിക്കലും ഉണ്ടാകുകയുമില്ല. ആ വാക്കുകൾ വെറും നയതന്ത്ര ഭാഷയായിരുന്നില്ല, ലോകത്തിനു മുന്നിൽ ഇറാൻ തന്റെ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ച നിമിഷമായിരുന്നു അത്. മിനാബ് സ്കൂൾ ആക്രമണത്തിന്റെ നിഴൽ ഈ പ്രസംഗത്തിലുടനീളമുണ്ടായിരുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധമാരംഭിച്ചതിനു ശേഷം ഇറാനിയൻ നഗരമായ മിനാബിൽ നടന്നതായി പറയപ്പെടുന്ന മിസൈൽ ആക്രമണം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 168 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടുവെന്ന ഇറാന്റെ ആരോപണം അന്താരാഷ്ട്രതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. അമേരിക്കൻ സൈനിക ടാർഗറ്റിംഗ് പിഴവാകാം എന്ന സൂചനകൾ വിവിധ അന്വേഷണ റിപ്പോർട്ടുകളിൽ ഉയർന്നുവന്നിരുന്നെങ്കിലും ഔദ്യോഗിക ഉത്തരവാദിത്തം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ ഇറാൻ ഈ സംഭവത്തെ വെറുമൊരു ആക്രമണമായി മാത്രം കാണുന്നില്ല, അത് മനുഷ്യവേദനയെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഷയാക്കി മാറ്റാനുള്ള ഒരു പ്രതീകമായി ഇറാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അരാക്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിലും #മിനാബ് 168 എന്ന സന്ദേശം ലോകശ്രദ്ധ നേടിയിരിക്കുന്നത്. പ്രസംഗത്തിന്റെ മറ്റൊരു നിർണായക ഭാഗം ഇറാന്റെ പോരാട്ടത്തെ അദ്ദേഹം പുതിയ ലോകക്രമത്തിനായുള്ള പോരാട്ടം എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പാശ്ചാത്യ ആധിപത്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അത് അവസാന ശക്തിപ്രയോഗങ്ങളിലൂടെ ലോകത്തെ വീണ്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങളെ അദ്ദേഹം ഒരു പുതിയ അന്താരാഷ്ട്ര ശക്തികേന്ദ്രമായി ചിത്രീകരിച്ചു. ഇറാൻ സ്വന്തം രാജ്യത്തിനു വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന പുതിയ ലോകത്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറാന്റെ പ്രാദേശിക പോരാട്ടത്തെ ആഗോള രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും എതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ അതീവ ശക്തമായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം, രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടൽ, സമുദ്രങ്ങളിലെ സംസ്ഥാന കടൽക്കൊള്ള, ഗാസയിലെ വംശഹത്യ, ഇങ്ങനെ കടുത്ത ഭാഷയിലാണ് അരാക്ചി പാശ്ചാത്യ ശക്തികളെ വിമർശിച്ചത്. ഒരു കാലത്ത് ചിന്തിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ഇന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ തുറന്നടിയായി ന്യായീകരിക്കുകയാണ് എന്നദ്ദേഹം ആരോപിച്ചു. ലോകം ഈ ഇരട്ടത്താപ്പിനെ അവസാനിപ്പിക്കണമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ വാക്കുകളിൽ മാത്രമല്ല കൃത്യമായ നടപടികളിലൂടെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പ്രസംഗം മുഴുവനും യുദ്ധോന്മാദം മാത്രം നിറഞ്ഞിരുന്നില്ല. സൈനിക പ്രതിരോധത്തോടൊപ്പം നയതന്ത്രത്തിനും ഇറാൻ തുല്യ പ്രാധാന്യം നൽകുന്നു എന്ന സന്ദേശവും അരാക്ചി നൽകാൻ ശ്രമിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട ഒന്നിനും സൈനിക പരിഹാരമില്ല, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല, എന്നാൽ ബഹുമാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വാക്കുകൾ പാശ്ചാത്യലോകം ചിത്രീകരിക്കുന്നതുപോലെ ഒരാക്രമണകാരി രാഷ്ട്രമല്ല ഇറാൻ എന്ന്, മറിച്ച് ആക്രമിക്കപ്പെട്ട ഒരു രാജ്യമാണ് എന്ന തന്റെ വാദത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഈ പ്രസംഗം ഇന്ത്യയ്ക്കും ഒരു നയതന്ത്ര വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഇതുവരെ ഇറാനുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും സമതുല്യബന്ധം നിലനിർത്താൻ ശ്രമിച്ച രാജ്യമാണ്. ബ്രിക്സ് വേദിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും തുറന്നടിയായി അവലംബിക്കാനുള്ള ഇറാന്റെ ആവശ്യം വലിയ നയതന്ത്ര സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മറ്റു ബ്രിക്സ് നേതാക്കളും ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ചോദ്യമാണ്. മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീഷണി കൂടുതൽ രൂക്ഷമാകുന്ന സമയത്താണ് ഈ പ്രസംഗം വന്നിരിക്കുന്നത്. ഗാസയിൽ ആരംഭിച്ച സംഘർഷം ലെബനോൻ വഴി ഇറാനിലേക്കും വ്യാപിച്ചതായി ഇറാൻ ആരോപിക്കുന്നു. ഇറാനും സ്വന്തം പ്രതികാരാക്രമണങ്ങൾ ശക്തമാക്കിയതോടെ ദേശത്തെ ദശാബ്ദങ്ങളിലെ ഏറ്റവും അപകടകരമായ സംഘർഷചക്രത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അരാക്ചിയുടെ പ്രസംഗം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോകശക്തികൾക്ക് മുന്നിൽ ടെഹ്റാൻ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം.
ഡൽഹിയിലെ ബ്രിക്സ് വേദിയിൽ മുഴങ്ങിയ ആ പ്രസംഗം ഇപ്പോൾ വെറും നയതന്ത്ര രേഖയായി മാത്രമല്ല കാണപ്പെടുന്നത്. അത് യുദ്ധം, സാമ്രാജ്യത്വം, പുതിയ ലോകക്രമം, ആഗോള ദക്ഷിണത്തിന്റെ പുനരുദ്ധാരം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളുടെ തുടക്കമായി മാറിയിരിക്കുകയാണ്. #മിനാബ് 168 എന്ന ഹാഷ്ടാഗിലൂടെ കുട്ടികളുടെ മരണത്തെ ലോക മനസാക്ഷിയുടെ മുന്നിലെത്തിച്ച ഇറാൻ ഇപ്പോൾ തന്റെ പോരാട്ടത്തെ ഒരു രാജ്യത്തിന്റെ അതിജീവന യുദ്ധം എന്നതിലപ്പുറം പുതിയ ലോകത്തിനുവേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് ഉയർത്തിക്കാട്ടുകയാണ്.